അനിയൻ മിഥുൻ അതിനകത്ത് കുറച്ച് കഥകൾ പറയുന്നു. അതിൽ സനയുടെ കഥ തെറ്റാണെന്ന് മേജർ രവിയും ആ പക്ഷവും തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഉസു അസോസിയേഷൻ വന്നിട്ട് ഈ കഥ ശരിയാണെന്ന് പറയുന്നു. ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് മേജർ രവി ആരിഫ് പോലുള്ള ആൾക്കാർ സംസാരിച്ചിട്ട് ഇത് മൊത്തത്തിൽ കള്ളമാണെന്നുള്ള രീതിയിൽ പറയുന്നു. ഇതാണ് അന്ന് സംഭവിക്കുന്ന സിറ്റുവേഷൻ. ഈ കുട്ടികൾ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഞാനിപ്പോഴാണ് കുറെ കാര്യങ്ങളൊക്കെ അറിയണത്. ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു സൈഡില് മേജർ രവി സാർ ഉൾപ്പെടെയുള്ള മറ്റേ പെരകത്തുമ്പോ വാഴവെട്ടാന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സനയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പ്ലാൻ ചെയ്തൊരു സാധന. ഞാൻ അതായത് എല്ലാവർക്കും ഓരോ ഗെയിം സ്ട്രാറ്റജി ഉണ്ടാവും, റൈറ്റ്? എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഞാനൊരു ഡാൻസറോ ഞാനൊരു സിനിമാ നടനോ ഒരു തേങ്ങയല്ല, എനിക്ക് ആകെ കൂടി പറയുന്ന ഫൈറ്റാണ്. അതെന്തായാലും എന്നെ വിളിച്ച് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ഞാൻ ഈ പരിപാടിയും കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം. ഞാൻ അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഒരു സ്റ്റോറിയാണ്. അപ്പൊ ഞാൻ എന്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ഓഡിഷൻ ടൈമിൽ ഉണ്ടായിരുന്നോ അതെ അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തതാണോ? ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് സെറ്റ് വെച്ചിട്ടുള്ള സാധനം ഇത്. പക്ഷെ ഓഡിഷൻ ടൈമിൽ അവരോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഓഡിഷൻ ടൈമിലൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് എന്റെ ജീവിതകഥ പറയുമ്പോ ഒരു ലവ് സ്റ്റോറി ഒക്കെ കിടക്കട്ടെ, മനസ്സിലായ? ആ രീതിയിൽ സെറ്റ് വെച്ച സാധന. അപ്പൊ അതൊരു മറ്റേ എനിക്ക് ആർമിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് എന്നാ പിന്നെ കഥയല്ലേ, ആർമിക്കാരി തന്നെ ആയിക്കോട്ടെ. അതിൽ കമാൻഡോ തന്നെ പിടിക്കുകയും ചെയ്തു. നമുക്ക് അറിയില്ലല്ലോ ചേട്ടാ, മനസ്സിലായോ? നമുക്കറിയില്ല ഇതിന്റെ കാര്യങ്ങളൊന്നും. നമ്മളപ്പോ ഒരു നല്ലൊരു ഒരു കഥ നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഞാനിതാ ആ എപ്പിസോഡിൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇതിന് ബിഗ് ബോസ് തുടങ്ങിയ ടൈം തുടങ്ങി 3-4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ലൈവിൽ പോയിട്ടുണ്ടായിരിക്കാം. ഫസ്റ്റ് ഞാൻ പറയണത് അവൻ ഇത് സക്സസ് ആവുന്ന ആദ്യം അറിയണമല്ലോ, മനസ്സിലായ? സാധനം വർക്കൗട്ട് ആവണമെന്ന് ആദ്യം അറിയണമല്ലോ. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണത് ഷീചേട്ടന്റെ അടുത്താ. പാവം ഷീചേട്ടൻ വിശ്വസിച്ചു. ഷീചേട്ടന്റെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പൊ ഞാൻ ആ സാധനം കത്തി, സാധനം വർക്കൗട്ടാ. മറ്റുള്ളവർക്ക് ഇങ്ങനെ ഇരിക്കേ കേട്ടിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് അഖിലേട്ടൻ അവിടെ ഒക്കെ നടന്നിട്ട് ഈ ചെയ്യോണ്ടിങ്ങനെ കേൾക്കുന്നുണ്ട്. അവസാനം ഒരു ദിവസം ഏകദേശം ഒരു 30, 35, 40 ആയിട്ടുള്ള ദിവസം, അതായത് ഫിസിക്കൽ ടാസ്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈം, എന്റെ ഓർമ്മയില്ല. ആ ഒരു സമയത്ത് അഖിലേട്ടൻ നൈസായിട്ട് എന്നെ വിളിച്ചിട്ട്, എനിക്ക് ഈ കഥ തരുമോ, ഞാൻ സിനിമ ആക്കിക്കോട്ടെ, ഞാൻ അങ്ങനെ 20ാമത്തെ ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാം. അഖിലേട്ടനോട് പറയത് ഞാൻ സത്യമാണ് പറയുന്നത്. വേണമെങ്കിൽ ഇതിപ്പോ വിളിക്കും ഞാൻ വേണമെങ്കിൽ 20ാമത്തെ ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. ഞാൻ അതൊന്നും വേണ്ട, നിങ്ങൾ ഇവിടെ നിൽക്ക്, അതൊന്നും വേണ്ട, അതെനിക്ക് അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ല. എന്റെ മനസ്സിൽ മോൻ ഇത് ഇമാതിരി സാധനം കത്തിയ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് റിനോഷിന്റെ അടുത്താ. മനസ്സിലായ? അപ്പൊ ഞാനിതൊക്കെ ഇതെന്റെ ഗെയിം സ്ട്രാറ്റജിയാ, നേരത്തെ പ്ലാൻ ചെയ്ത സാധന, മനസ്സിലായോ? അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേ. എനിക്ക് ഇത് മാത്രമേ എന്റെ കയ്യിലുള്ള ഒരു തുറുപ്പിജീടായിട്ട് വേറെ സാധനം ഇല്ല എന്റെ കയ്യില്, മനസ്സിലായ? അപ്പൊ ഇത് കഴിഞ്ഞ് റിനോഷിനോട് ഞാൻ 1-2 പ്രാവശ്യം, ഒരു ദിവസം റിനോഷ് ഭയങ്കര ഇമോഷണൽ ആയിട്ട്, അതായത് ഇവള് മരിച്ച കേസ്, അതായത് സന എന്ന് പറയണ പെൺകുട്ടി മരിച്ച കേസ്, റിനോഷിനോട് ഞാൻ ബെഡ്റൂമിൽ കിടന്നു പറയും. റിനോഷ് കരഞ്ഞ് മറ്റേ മൂക്കുട്ടേക്ക് ഒലിപ്പിച്ച് കരഞ്ഞു. എനിക്കാകെ വിഷമമായി. അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് പറയാൻ പറ്റില്ലടാ, ഇത് എന്റെ ഗെയിം സ്ട്രാറ്റജി ആണെന്ന് പറയാൻ പറ്റില്ല. സ്വകാര്യത്തിൽ പറഞ്ഞ പോലെ ഈ സാധനം പോവില്ലേ, ഏറി പോവില്ലേ? പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് വെറുതെ ഇല്ലേ, മനസ്സിലായ? എനിക്ക് അപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ ഫിനാലിന്റെ അന്ന് മറ്റേ പറ്റിച്ചേന്ന് പറഞ്ഞ പറയാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത സാധന. അല്ലാണ്ട് ഇത് നമ്മുടെ ലൈഫ് സ്റ്റോറി ഇല്ലാന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. കാണുന്ന ജനവിഭാഗത്തിൽ തന്നെ കുറെ ആൾക്കാർക്ക് അറിയാം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ആകെ കൂടി ഒന്മാരെ വെറുതെ വെട്ടാക്കാം, കുറച്ചേരം ഇതാക്കാം, ലാസ്റ്റ് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിലാ. പക്ഷെ ലാലേട്ടൻ ചോദിച്ചപ്പോ എന്താ പറയാത്തത്? രണ്ടാമത് ലാലേട്ടൻ വന്ന് ചോദിച്ചല്ലോ, ബ്രോ ഇത് ഇമാതിരി രീതിയിൽ പോകുന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഞാനിതൊരു എന്താ പറയുക, ഒരു കഥ, ആ കഥയില് പരിപാടി തീർന്നു. ഇതെന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. ഞാൻ ഇത്രയും പ്ലാൻ ചെയ്തോണ്ട സാധനല്ലേ. അവസാനം ഞാൻ വേറെ കുറെ പ്ലാൻ ചെയ്തിരുന്നു, അതൊന്നും നടക്കാണ്ട് പോയില്ലേ. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എൻഡിങ് അല്ല, മനസ്സിലായോ? ഒരിക്കലും എൻഡിങ് അല്ല. ഞാൻ വേറെ സാധനം പ്ലാൻ ചെയ്ത് തരണമായിരുന്നു. നിങ്ങൾ സിനിമയ്ക്ക് എഴുത കേട്ടോ. അല്ല, ഇത് കഥയല്ല, ഞാൻ വേറെ സാധനം പ്ലാൻ ചെയ്ത് തരണമായിരുന്നു. അതെന്താണ്? അത് ഇനി പറയണ്ടേ, എന്തായാലും ഔട്ടായില്ലേ. ഇനി രണ്ടാമത് അങ്ങനെ ഞാൻ കയറുന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് പ്രയോഗിച്ച് കാണിച്ചു തരാം. ബിഗ് ബോസ് സീസൺ 6 ബിഗ് ബോസ് പറഞ്ഞതല്ല കേട്ടാ. ബിഗ് ബോസ് പറഞ്ഞത്
ബിഗ് ബോസിന് അത് ഓഡീഷന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ബിഗ് ബോസ് എന്നോട് ചോദിക്കുക എന്നെ ഒരിക്കൽ എടുത്തിട്ട് എന്താ ഉപയോഗം ഫസ്റ്റ് ഓഡീഷനിൽ ചോദിക്കുന്ന സംഭവം. നീ ഒരു പ്ലെയർ മാത്ര അച്ചീവ്മെന്റ്സ് ഒക്കെ റേറ്റ്, പക്ഷെ നീ എന്താ നമുക്ക് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോണോ, എന്താ ചെയ്യാൻ പോണോ നീ? ഞാൻ നിങ്ങൾ എന്നെ കയറ്റിയിട്ട് നിങ്ങൾക്ക് അടിപൊളി TRP തന്നിരിക്കും, അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും അവർ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇതൊക്കെ എന്റെ സ്വയം പ്ലാനും എന്റെ കാര്യങ്ങളും. പക്ഷേ അവിടെ കൺവിൻസ് ചെയ്യണമല്ലോ നമ്മൾ, നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടെന്ന് കൺവിൻസ് ചെയ്തോ? അതെങ്ങനെയാ കൺവിൻസ് ചെയ്തേ? ഇങ്ങനെ സംസാരിക്കണം, ഇത് തന്നെ. അവിടെ ഞാനും ബിഗ് ബോസ് തമ്മിൽ സാധാരണ സംസാരം, നോർമൽ ടോക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ സംസാര രീതി എന്നായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടാൻ, എനിക്കറിയില്ല. അത് അവരോട് ചോദിക്കണം, അവർക്ക് എങ്ങനെ കൺവിൻസ് ആയത് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പൊ എന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവർക്ക് എന്തോ തോന്നിയുള്ള എനിക്കറിയില്ല. മിഥുൻ റേറ്റിംഗ്, അതായത് ഇടയ്ക്കൊന്ന് താണു നിന്നൊരു സാധനം മിഥുന്റെ കഥയോടുകൂടി റേറ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു കമ്പനി, ഞാൻ നിങ്ങൾക്ക് പണിക്കാരനാ. ഇതാണ് ബിഗ് ബോസ്. ഞാൻ ബിഗ് ബോസിന് വേണ്ടി പണിയെടുക്കുന്ന ഗെയിമറാണ് ഞാൻ. അപ്പൊ എന്നെ കൊണ്ട് ഞാൻ കൊടുക്കേണ്ട വെച്ചാൽ TRP ആണ്, റൈറ്റ്? അല്ലാണ്ട് ഞാൻ പുള്ളിക്കാരൻ്റെ അമ്മാവന്റെ മോനോ അങ്ങനത്തെ ബന്ധമൊന്നും നമ്മളില്ല, റൈറ്റ്? അപ്പൊ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണിത്. എന്റെ മൈൻഡിൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു കഥ. അപ്പൊ എന്താ വെച്ചാൽ എന്റെ സാധാരണ ഡെയിലി ലൈഫിൽ എന്റെ നാട്ടുകാരുടെയും പ്ലസ് എന്റെ വീട്ടുകാര്, എന്റെ പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ പോണതിന്റെ ഇടയിൽ എനിക്ക് എന്തെങ്കിലും ഒരു മസാലക്കുള്ള ഒരു സാധനം വേണമല്ലോ. അതിനാണ് ഈ സന എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ ഒരു കഥ. ലാലേട്ടൻ ചോദിക്കുന്ന സമയത്താണ് മിഥുൻ ബോധം കെട്ട് അവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് ലാലേട്ടൻ വീണ്ടും പറയുന്നുണ്ട്, ഇത് കള്ളക്കഥയാണെങ്കിൽ നമുക്ക് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്ന് പറയാം. ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ സമയത്ത് ഈ പറഞ്ഞ മാതിരി അതുവരെ ഈ ലാലേട്ടൻ ചോദിക്കുന്ന ലാലേട്ടൻ നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഇനി മുന്നേ, അതായത് ബിഗ് ബോസിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞ ലാലേട്ടനെ കാണുന്നത്, ഞാൻ ഭയങ്കര ലാലേട്ടൻ ഫാനാ, കട്ട ഫാനാ. അപ്പോൾ ഞാൻ ഈ ബിഗ് ബോസിൽ വരാനുള്ള ഒരു റീസൺ ലാലേട്ടനായിട്ട് സംസാരിക്കാം, ലാലേട്ടനായിട്ട് ഇന്ററാക്ട് ചെയ്യാം, ഈ ഒരു സാധനം. അപ്പൊ അതിനുശേഷം എല്ലാ ദിവസവും ലാലേട്ടനെ ഇങ്ങനെ കാണുന്നു. പിന്നെ എനിക്ക് ഫീൽ ആണതേ, മറ്റേ പ്രിൻസിപ്പിൾ വന്ന് നിൽക്കൂലേ കുട്ടികളുടെ മുന്നില്, ആ മൂഡ് സാധനേ. എന്റെ അമ്മയിൽ ലാലേട്ടൻ വന്നിട്ടുണ്ട്. എനിക്ക് ആ മൂഡ് കിട്ടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ആഴ്ചയിൽ ലാലേട്ടൻ വരുന്നു. ഈശ്വരായി എന്ത് ചോദ്യമാണോ ചോദിക്കാൻ, എന്നെ പൊക്കുവോ? ഞാൻ പറഞ്ഞ സാധനം തന്നെ പറഞ്ഞ് തീരാറായി. പിന്നെ അവസാനത്തെ കച്ചിച്ചൂരുമാണിത്. അപ്പൊ എനിക്ക് മനസ്സിലായി ലാലേട്ടൻ എന്നെ അന്നത്തെ ദിവസം പൊക്കുന്നു. അനിയ നീ പറഞ്ഞ എന്തെങ്കിലും കള്ളത്തരുണ്ട്? കള്ളത്തരൊന്നുമില്ല, കറക്റ്റാ, എല്ലാം കറക്റ്റാ. എനിക്ക് അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ, ഒറ്റടിക്കേ ഇല്ല. അത് വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും മറ്റേമാരൊക്കെ ഇങ്ങനെ ഒറ്റ നോട്ടം നോക്ക് തന്നെ. റിനോഷൊക്കെ മറ്റേ ഇതിൽ കൊണ്ടുവച്ചേക്കെ. എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല അവനോട് പറയാൻ കേട്ടാ, ഇത് എന്റെ ഗെയിം സ്ട്രാറ്റജിയാ. റിനോഷ് ശരിക്കും ബ്രദറായി കൊണ്ട് നടക്കുകയാണ് ആ സമയത്ത്. എനിക്കവൻ അങ്ങനെ തന്നെ, പക്ഷെ ഇതെന്റെ ഗെയിം സ്ട്രാറ്റജി. ഇവരൊക്കെ മറ്റുള്ള പ്ലേയേഴ്സ് അല്ലേ ബ്രോ, എന്റെ എതിരാളികളാണ് എന്തൊക്കെ പറഞ്ഞത്, റൈറ്റ്? അപ്പൊ എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പോലും അത് വായിന്ന് തുറന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു സംഭവം എന്റെ ഗെയിം സ്ട്രാറ്റജി ആണ് എന്നുള്ളത് പരിപാടി കഴിഞ്ഞിട്ട് പറയാനുള്ള കാര്യാ. അല്ല, ഈ ലാലേട്ടൻ ചോദിക്കുമ്പോ ബോധം കെട്ട് പോകുന്നത് ഒറിജിനലി ഉണ്ടായോ? അതെ, എനിക്കറിയില്ല, അതാണ് ചോദിക്കുന്നത്. എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് ഒറിജിനൽ ആണെന്നാണ് തോന്നിയത്, പക്ഷെ അത് ഡാവായിരുന്നു എന്നാണ് ചോദിക്കുന്നത്, ഒരു കള്ളത്തരമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കട്ടെ, കള്ളത്തരമാണ്, അതങ്ങനെ ഇരിക്കട്ടെ. ഇനി അത് വെളിപ്പെടുത്തുന്നില്ല, ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അത് അങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് എന്താ തോന്നിയത് അങ്ങനെ ഇരിക്കട്ടെ. ഇതൊക്കെ എന്റെ ആ 100 ദിവസം എന്നുള്ളത് ഞാൻ ജോലിക്ക് വന്നേക്കണതാ, എന്റെ ഗെയിമാ, ഞാൻ അതിന്റെ ഉള്ളിൽ ഗെയിമറാ. അതൊന്നും ഞാൻ പറയുന്നില്ല, ബോധക്ഷയം ഗെയിമാണ്. ഗെയിമിന്റെ ഒരു ഭാഗമാണ് എല്ലാം. പക്ഷെ ഇതെല്ലാം എന്റെ മാത്രം പ്ലാനും കാര്യങ്ങളാണ്. അതായത് ഞാൻ വിചാരിച്ചിരുന്ന, അതായത് എന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലാണ്ട് നമുക്കൊരാൾ പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ പ്ലാൻഡും അല്ല, ഇതുമല്ല, ഒന്നുമല്ല. അതൊക്കെ നമ്മൾ ഇപ്പൊ ഞാനിപ്പോ 2-3 ദിവസം മുന്നേ മറ്റേ ബിഗ് ബോസ് സീസൺ 6 ഇത് കാണാറില്ല, റീൽസ് കാണാറില്ല. ഈവൻ എന്റെ ഇതുപോലെ ഞാൻ സീസൺ പോലും ഞാൻ കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. അത് ഇഷ്ടമില്ലാണ്ടല്ല, നമുക്ക് പറഞ്ഞ മാതിരി സമയമില്ല ബ്രോ. ഇതൊന്നും മറ്റേ സീരിയലും കണ്ടിരിക്കാൻ സമയമില്ല. അപ്പൊ പക്ഷെ ഞാൻ റീൽസ് ഒക്കെ കാണുമ്പോ എനിക്ക് ഇഷ്ടമാറുണ്ട്, ഞാൻ ചിരിക്കാനുള്ളതൊക്കെ ചിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നോക്കുമ്പോണ്ട് എല്ലാ മറ്റേ ലൈഫ് സ്റ്റോറിയിലും മറ്റേ ഓരോ പെട്ടച്ച് കൊടുക്കുക ഓരോരുത്തരന്മാര്. ചേട്ടാ ഇത് കഴിഞ്ഞല്ലേ, ഞാൻ അടുത്ത പെടക്ക് റോബിൻ ബ്രോ പുള്ളിയുടെ ഗെയിമില് എന്താ ഒരു സ്ട്രാറ്റജി ഇറക്കിയിട്ടുണ്ടായിരുന്നില്ലേ, പറഞ്ഞ മറ്റേ ഒച്ചിടുന്നു. അപ്പൊ പക്ഷെ അത് ഞാൻ എന്റെ ഗെയിമിൽ വന്നിട്ട് ഒച്ചിട്ടിട്ട് കാര്യണ്ടാ? അപ്പൊ ഞാൻ പുതിയ എന്തെങ്കിലും അപ്പൊ ഇവരൊക്കെ മറ്റേ സകല ബല്ലവന്മാരാ, മറ്റേ അഭിനയം അറിയാം,
നൃത്തം അറിയാം, പാട്ടറിയാം, ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്തെങ്കിലും വേണ്ട ബ്രോ, പടച്ചൊരു കഥ. ഇപ്പൊ റോക്കിയെയും മിഥുനെയും വെച്ചിട്ട് കണ്ട് ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മാറ്റി പിടിക്കാൻ പറ പിള്ളേരോട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഇവരുടെ ഒരു റിനോഷിന്റെ കൂടെയാണ് ആ സമയത്ത് മിഥുൻ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് റിനോഷ് കുറച്ചുകൂടെ മുകളിലേക്ക് വരുമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് റിനോഷിന് അസുഖം വന്നിട്ട് മാറി നിൽക്കേണ്ടി വരുന്നത്. ഒരുപക്ഷെ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തൊക്കെയായിരിക്കുമായിരുന്നു നിങ്ങളുടെ ഒരു പ്ലാൻ? നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഞങ്ങൾക്ക് എനിക്ക് ആ ഒരു സമയത്ത് ഇപ്പോഴും എനിക്ക് റിനോഷനെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അന്നും ഇന്നും എനിക്ക് ഇഷ്ടമാണ് റിനോഷനെ. കോണ്ടാക്ട് ഞാൻ അതിനുശേഷം കുറെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ബ്രോ. പുള്ളി ഇതാക്കിയിട്ടില്ല. പുള്ളി ഇപ്പോഴും എന്താ പറയാ, അത് ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. അപ്പൊ ഞാനിത് ഇപ്പൊ ഇങ്ങനെ ഈ പറയുന്ന സംഭവം എനിക്ക് ഇങ്ങനെ പറയാൻ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. മനസ്സിലായി? പുള്ളി എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആകെ കൂടി ഒരു ഇന്റർവ്യൂവിൽ കണ്ടുള്ള റിനോഷ് പറയണ്ടായിരുന്നു, പറഞ്ഞ മാതിരി അങ്ങനെ മറ്റേ നമ്മുടെ അഖിലേട്ടനായിട്ടും വിഷ്ണുവിനായിട്ടും ഷീചേട്ടനൊക്കെ ആയിട്ട് മറ്റേ ആ ഒരു സമയത്ത് റിനോഷും ജൂനിയേഴ്സും കൂടി ഒന്ന് സംസാരിക്കണ്ടായിരുന്നു. ഞാനത് അടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, അതെനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാല് അഖിലേട്ടനും ഷീചേട്ടനും വിഷ്ണു ആണെങ്കിലും എന്നോടൊരു ആ സമയത്ത് ഭയങ്കര, നമ്മളറിയാനില്ല, ഞാൻ പുറത്തു വന്നുമ്പോഴാണ് അറിയണത് ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണതും. മറ്റേ ഇവരെന്നെ വിക്ടിം കൂടി ചെയ്തിട്ടില്ല, മറ്റേ നോമിനേഷൻ പോലും ചെയ്തിട്ടില്ല ഇവരൊന്നും. പിന്നെ അപ്പൊ എനിക്കിത് നോക്കുമ്പോ ഞാൻ മാത്രം അടിച്ചു കൊടുത്തല്ല, ഞാനല്ല മറ്റേ നോമിനേഷനിലേക്ക് 3ന്റെ പേരിടും. ഇവരെന്നെ ഒരു രീതിയിൽ ഇതാക്കണില്ല. ഞാൻ ചെല്ലുമ്പോ ഇവന്മാര് ബാക്ക് അടിക്കുക, അതൊക്കെ ഞാൻ പുറത്തു വരുമ്പോഴാണ് അറിയണത്. അപ്പൊ പിന്നെ ഏറ്റവും അവസാനത്തെ സമയത്ത് ഞാൻ റീ എൻട്രി ചെയ്യുമ്പോ പിന്നെ അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഇതായിരിക്കില്ല. ചിലപ്പോൾ അഖിലേട്ടൻ ജയിക്കൂല, പക്ഷെ അത് കുറച്ചെങ്കിലും നെഗറ്റീവായിട്ട് വരും. അപ്പൊ ഞാൻ ആ സമയത്ത് വേറെ രീതിയിൽ സംസാരിച്ചത്. അപ്പൊ ഒബ്വിയസ്ലി എനിക്കപ്പോ റിനോഷ് ഇല്ല, അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളവരല്ല ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഞാനത് അതിൻ്റെ ഉള്ളിൽ ചെയ്തത്. എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ സപ്പോർട്ട് ചെയ്ത്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇടയ്ക്കൊരു സമയത്ത് ഒരു പെറ്റും കൂടെ ആയിരുന്നു, ആൾക്കാരുടെയൊക്കെ പെറ്റായിരുന്നു, തല മസാജ് ചെയ്യിപ്പിക്കുന്നതൊക്കെ നമ്മളൊരു ഭംഗിയായിട്ട് കണ്ടുകൊണ്ടിരുന്നതാ. കുറച്ച് അത്തരത്തിലുള്ള സ്നേഹമൊക്കെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന കള്ളത്തരവ് കാണിക്കുമ്പോഴൊക്കെ ഈ സ്നേഹം നല്ല രീതിയിൽ തന്നെയാണോ അനുഭവിച്ചിരുന്നത്, ഫീൽ ചെയ്തിരുന്നതൊക്കെ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ മാതിരി ഞാൻ അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്ന, ഇപ്പോൾ ഓരോരുത്തരും ഓരോ സ്ട്രെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പറയണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഈ കാര്യം വീട്ടുകാരൊന്നും കാണാണ്ട് അടച്ചിടുന്നു, അങ്ങനത്തെ രീതിയിൽ പല രീതിയിലത്തെ. പക്ഷെ ഞാൻ ഫീൽ ചെയ്തിരുന്നത്, ഞാനൊരു എന്താ പറയാ, കുറച്ച് ദിവസത്തെ പരിപാടിക്ക് ട്രിപ്പ് അടിച്ച് വന്ന പോലെ. മനസ്സിലായ? എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു, ഫുഡ് ഉണ്ടാക്കി തരുന്നു, മറ്റേ എന്താ പറയാ മോഡൽസ്, സിനിമ നടി, ഫസ്റ്റ് മനസ്സിലായി കേറുമ്പോ നമ്മളങ്ങനെ ചിന്തിക്കണത്. മനസ്സിലായ? എനിക്ക് എന്ത് കുറവപ്പോ? സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ഫുഡ്. ആഴ്ചയിൽ ലാലേട്ടൻ വരുന്നു നമ്മളെ കാണാൻ. ലാലേട്ടൻ വരുന്നു, പിന്നെന്താ ഇത്രയും പബ്ലിസിറ്റി കാര്യങ്ങൾ, പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ. ഞാൻ അങ്ങനെ ചിന്തിക്കണേ. അപ്പൊ ഞാൻ ഈ ഒരു 100 ദിവസം ജോളി പൊളി ആ മൂടാ ഞാൻ നിൽക്കണേ. അതിൻ്റെ അപ്പുറത്തോട്ട് ഈ പറഞ്ഞ മാതിരി നമ്മളൊരു കപ്പടിച്ച് ഇതാക്കുക എന്നുള്ളതില്ല. ഉള്ള ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോവാ, ആ ഒരു മൂഡായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന കണക്ഷൻസ് ഒക്കെ ഞാൻ വിചാരിച്ചിരുന്നത് അത് കയറുമ്പോൾ ഇതൊന്നും എൻ്റെ അമ്മയുടെ മക്കളൊന്നുമല്ല, എനിക്ക് ഇവരായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കയറുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി ചെന്ന് ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെത്താനെ നമുക്കൊരു ഹാർട്ട് ടു ഹാർട്ട് ഒരു കണക്ഷൻ വരെ. ഒരു കാര്യം പറയാം, ശോഭ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ എൻ്റെ മോൻ എന്ന് പറഞ്ഞ്, അപ്പൊ ഞാൻ മോൻ പോടി എന്നൊക്കെ പറയും, പോടി ശോഭ എന്നൊക്കെ പറഞ്ഞ ഞാൻ അങ്ങനെ തന്നെ പറയുവോളാം. എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ അത് എനിക്ക് എപ്പ ഫീൽ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇറങ്ങി കഴിഞ്ഞപ്പോഴും എന്നെ അവൾ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണത്. അപ്പൊ അവളുടെ സർക്കിളിൽ കൊണ്ടുപോകുമ്പോഴായാലും അപ്പൊ എനിക്ക് മനസ്സിലായ ഓക്കെ അതിലൊരു ജെന്യൂനിറ്റി ഉണ്ട്. മനസ്സിലായി? അവളെന്നെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് ഈ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ളവർ എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. ആ ഗെയിമിന്റെ ഉള്ളിലായിരുന്നപ്പോഴും എനിക്ക് വലിയ പ്രശ്നങ്ങൾ അവൾ ഉണ്ടാക്കിയിട്ടില്ല, എന്നെ ആ രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി
നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും നടക്കേ, എനിക്കറിയാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ മനസ്സിലാക്കുമ്പോ ശോഭന ഞാനിപ്പോ ആ ഒരു സ്ഥാനത്ത് കാണുന്നുണ്ട്. മനസ്സിലാവുള്ളൂ. എന്റെ മോനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ഒരു അമ്മയുടേതായ ഒരു സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനത് ആത്മാർത്ഥപരമായി വാങ്ങുന്നു. അതുപോലെ അഖിലേട്ടനായാലും ശ്രീചേട്ടനായാലും വിഷ്ണു ആയാലും ബ്രദേഴ്സാണ് എനിക്ക് അവര്. ആ രീതിയിൽ തന്നെ കാണുന്നുണ്ട്. ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്ത് ഇന്നും കൂടി വിളിച്ചവരൊന്ന് ചില സമയത്ത് ട്രോളും. മനസ്സിലായ, ഇടയ്ക്ക് ട്രോളും. പിന്നെ ഈ പറഞ്ഞ മാതിരി സെറീന മോൾ ഇടയ്ക്ക് വിളിക്കും, റിനിഷ മോൾ ഇടയ്ക്ക് വിളിക്കും. അപ്പൊ ഇതൊക്കെ അതെനിക്കൊരു പെങ്ങന്മാരെ പോലെ അവർ രണ്ടുപേരും. ഇടയ്ക്ക് നാദര വിളിക്കും. അപ്പൊ ഇതൊക്കെ നല്ല അടിപൊളിയാ. എനിക്കതൊരു ഫാമിലി തന്നെയാ. ബിഗ് ബോസ് 5 എന്ന് പറഞ്ഞത് എനിക്ക് ഫാമിലിയാണ് തീർച്ചയായിട്ടും. പ്ലസ് ബിഗ് ബോസ് 5 കാരണം ബിഗ് ബോസിൽ തന്നെ ഇപ്പൊ കുറെ ഒഫീഷ്യൽസ് എനിക്ക് അവരൊക്കെ ഭയങ്കരമായിട്ട് നല്ല അടുപ്പാ. ഇപ്പൊ റുബീന മേഡം, പിന്നെ അർജുൻ ചേട്ടൻ, അവരൊക്കെ ഇട്ട് എല്ലാവരും. പിന്നെ നമ്മുടെ അർജുനൊക്കെ എന്നിട്ട് അവസാനം എങ്ങനെയാ ഇറങ്ങി കഴിഞ്ഞപ്പം ഇതിനോട് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? നല്ല രീതിയിലായിരുന്നു. നല്ല രീതിയിലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കിഷൻ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിഷൻ ചേട്ടൻ എന്നോട് സംസാരിക്കണാണോ ശരിക്കും എങ്ങനെയാണെന്ന് അറിയില്ല, എന്നോട് സംസാരിക്കാൻ മറ്റേ തൃശ്ശൂർ സ്ലാങ്ങിൽ കറക്റ്റ് മറ്റേ പെട്ടപ്പെട്ടക്കും. അപ്പൊ എനിക്കത് ഭയങ്കര കംഫർട്ടബിളാ. വേറൊരു കാര്യമുള്ളത്, ആ സമയത്ത് ലാലേട്ടൻ കാശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ജമ്മു ആണോ കാശ്മീരാണോ എന്ന് ചോദിക്കുമ്പോഴാണ് അനിയൻ ശരിക്കും പെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അപ്പം ജമ്മുവും കാശ്മീരും അതെന്താണെന്നറിയോ? ഞാനൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിലൊരു ഭയങ്കര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ. ഈ ജമ്മു കാശ്മീർ എന്നുള്ളത്, ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് 2 രീതിയിലാണ്. ജമ്മു വേറെ കാശ്മീർ വേറെ. പക്ഷെ അത് ഞാൻ പറയണതിന്റെ രീതിയാണ് അവിടെ മാറിപ്പോയത്, ജനങ്ങൾക്ക് മനസ്സിലായത്. കഥ ഞാൻ പ്ലാൻ ചെയ്ത് തന്നെ. അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഈ ജമ്മുവിന്റെയും കാശ്മീരിന്റെയും ഇപ്പൊ ശ്രീനഗറിൽ പ്രോബ്ലംസ് ഉള്ള സ്ഥലമാണെന്നും വേറെ സ്ഥലങ്ങളിൽ പ്രോബ്ലംസ് ഇല്ല എന്നുള്ളതും ഒക്കെ മിഥുൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ തിരക്കഥയിൽ. ഞാൻ അവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഒരുവിധം കാര്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ജീവൽ എന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ശ്രദ്ധിച്ചാൽ ജമ്മുവിൽ ജീവൽ എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടാണ് സ്റ്റോപ്പ് ആവണത് ആ ഒരു കോൺവെർസേഷൻ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ട്രെയിൻ ചെയ്തിരുന്നത്. മനസ്സിലായ? അപ്പൊ ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് എനിക്ക് അത്യാവശ്യം ഫുള്ളില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഈ കഥ കൊണ്ടുവരുന്നത്. അതായത് എന്റെ ജീവിതത്തിലെ കഥയിൽ പ്ലസ് ഈ സന എന്ന് പറഞ്ഞ കഥാപാത്രത്തെ തള്ളിക്കയറ്റുന്നു. അതെനിക്കൊരു ലവ് സ്റ്റോറി എനിക്ക് വേണം. ഒരു ഫോട്ടോ പ്രചരിച്ചിരുന്നു ഒരു പാകിസ്ഥാനി പെൺകുട്ടിയുടെ. നമുക്കറിയില്ല ബ്രോ. നിങ്ങൾ പറയണ പല കാര്യങ്ങളും എനിക്ക് അറിയണമെന്നില്ല. കുറെയൊക്കെ പറഞ്ഞവര് എന്റെ മുന്നിൽ കൂടെ പോയിട്ടുണ്ടോ? ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല, അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല. അതൊന്നും നമ്മളറിയാനില്ല. ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യണ കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും, എന്നെ സപ്പോർട്ട് ചെയ്യാത്ത കുറെ ആൾക്കാർ. അതൊക്കെ ആ ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടത്. ഗെയിം ഒരിക്കലും അകത്ത് കിടക്കുന്ന കളി മാത്രമല്ല, പുറത്ത് വേറെ കളി കിടക്കണ്ടായിരുന്നു. മനസ്സിലായ? അപ്പോഴാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം അത്ര ഇമ്പാക്ട് വന്നത്. പുറത്തെ കളിയും അകത്തെ കളിയും റിലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ബിഗ് ബോസ് ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നത്.